നടപടിക്രമങ്ങളുടെ വിശദീകരണമാണ് നടക്കുന്നത്. ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയാണ്. പരമാവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, പ്രചാരണം ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവർ 2 പ്രസ് റിലീസസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവരുടെ അധികാരങ്ങളെല്ലാം പറഞ്ഞിട്ടും പിന്നെ അവർ എടുക്കുന്ന സ്റ്റെപ്സിനെ കുറിച്ച് വളരെ ഒരു വിശദമായിട്ട് തന്നെ അവർ പത്രക്കുറിപ്പിൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്ര കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് അവർ നിർവഹിക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പരിഹരിക്കേണ്ടതാണ്. അതിനുള്ള ഒരു പരിഹാരം പോലീസിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവും. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം അവർ ഓൾറെഡി പ്രസ് റിലീസ് എന്നുള്ള നിലയിൽ അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഇപ്പോ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ അത് നമ്മൾ റിസോൾവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അത് കൃത്യമായിട്ട് കണക്ക് എൻ്റെ കയ്യിലില്ല. പക്ഷെ സൈബർ പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീംസ് എൻ്റെ ഓഫീസിലുണ്ട്, പോലീസ് സൈബർ പോലീസിലുണ്ട്, എല്ലാ ജില്ലാ കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്, ജില്ലാ പോലീസ് മേധാവിയുടെ ടീംസ് ഉണ്ട്. ഇപ്പോൾ ഒബ്സീൻ ആയിട്ടുള്ള കമൻസ്, മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിനെതിരെയുള്ള കമൻസ്, പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രോസസ്സിന് വിഷ്യേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പവേഴ്സ് പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായിട്ട് ഇടപെടുന്നത്. പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ, എടുത്ത സ്റ്റെപ്സിനെതിരെ പരാതി ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രോസസ് കൂടിയുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിലെ സംഭവിച്ച കാര്യത്തിലും അവർ എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്. DGP അടക്കം എല്ലാവർക്കും മെയിൽ പോയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ കൃത്യമായിട്ട് ടേക്കപ്പ് ചെയ്തിട്ട് അത് റിസോൾവ് ചെയ്യുന്നുണ്ട്. സോ ഇതിപ്പോൾ കൃത്യമായിട്ടുള്ള എത്ര വീഡിയോസ് ആണ് നമ്മൾ മാറ്റിയിട്ടുള്ളതിനുള്ളത് കണക്ക് നമ്മൾ പോലീസിന്റെ ഭാഗത്ത് നമ്മൾ എടുക്കേണ്ടതുണ്ട്. പക്ഷെ കൃത്യമായിട്ട് അവർ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പവേഴ്സ് അവർക്കുണ്ട്, അത് ഇടപെടുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ആ പ്രസ് നോട്ട് എല്ലാ മീഡിയനടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ അവർ കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഇന്നലെ ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് ബാക്കി നടപടികൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇല്ല, ഇപ്പോൾ ഇന്നലെയാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഞാൻ പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഒരു കൺസൾട്ടേഷൻ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തിന് ഉണ്ടാവണം. അത് അവരോട് കൺസൾട്ട് ചെയ്തിട്ട് ഉടൻ തന്നെ ഓരോ നടപടി നമ്മൾ എടുക്കുന്നതായിരിക്കും. പോലീസ് പ്രവർത്തിക്കുന്നത് IT ആക്ട്, ഇന്റർമീഡിയറ്റ് ഗൈഡ് ലൈൻസ് അതനുസരിച്ചിട്ട് മാത്രമാണ്. പിന്നെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഇതിലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ RP ആക്ട് 1950-51 അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ അവർ നിലവിലുള്ള ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കേണ്ടത് ആവശ്യമില്ല. കാരണം മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എല്ലാവർക്കും ബാധകമാണ്. മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ വയലേഷൻ ഉണ്ടെങ്കിൽ അതിന് സംബന്ധപ്പെട്ട റിലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ലോ, അത് RP ആക്ട്, IT ആക്ട്, BNS അടക്കമുള്ള പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആണ്. സോ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ആണ് എല്ലാവർക്കും ബാധ്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ്. വളരെ പ്രധാനപ്പെട്ട പ്രതികരണം ഉണ്ടാകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അഭിമുഖം അത് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പുനഃസ്ഥാപിക്കും. മെറ്റിയോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നു, അക്കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുകയാണ്. അതൊരു തെറ്റായ സംഭവമാണ് എന്ന നിലയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അബദ്ധം പറ്റി എന്നതാണ് പ്രതികരണം.